ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു കുക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്ന, ഒരു അടാറ് മാങ്ങ തീറ്റയുടെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് സന്തോഷം വരുന്ന സമയങ്ങളിലൊക്കെയാണ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു, അപ്പോൾ എല്ലാവരോടും ഒത്തുകൂടിയപ്പം പഴയകാല സ്മരണകൾ ഓർമ്മ വന്നു. നമ്മൾ കുറേ മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ട്, മൂവാണ്ടൻ മാങ്ങയാണ്, നല്ലപോലെ വിളഞ്ഞതാണ്. അപ്പോൾ ചെറിയ പരുവത്തിലൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയപ്പം ഒരു സന്തോഷത്തിന് വീണ്ടും ഞങ്ങൾ ചെയ്യാനൊരുങ്ങിയതാണ്. കുറേ മാങ്ങ എടുത്തിങ്ങനെ കൊത്തി പൊടിച്ചെടുത്തു. ഇതിൻ്റെ കൂടെ ചേരുവ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, ചെറിയ ഉള്ളിയുണ്ട്, പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ കാന്താരി, പച്ച വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനമാണ്. അത് നല്ലതുപോലെ ചേർക്കുകയും വേണം. എത്ര മാങ്ങ എടുക്കുന്നോ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തന്നെ ചെറിയ ഉള്ളി എടുക്കുക. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു രുചി അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റുകൾ ഇടുക ഈ വീഡിയോ കാണുമ്പോൾ. കണ്ടില്ലേ, ഇത് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയ കാന്താരിയാണ്. എല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഇടത്തില്ല, നമ്മൾ കുറച്ച് എരിവ് വേണം. ഇടയ്ക്കൊരു കടിയൊക്കെ നല്ലതാണ് എരിവിൻ്റെ. അപ്പോൾ എല്ലാം നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, തോരൻ അരിയുന്നത് പോലെ പൊടിച്ചരിയണം. നല്ലൊരു ടേസ്റ്റാണിത്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും വേണമെന്ന് തോന്നത്തില്ല. അത്ര ഒരു ഫീലിംഗാണ്, നൊസ്റ്റാൾജിയാണ് ഇത് കാണുമ്പം തന്നെ. അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിലിട്ട് ഇളക്കാതെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ദൂഷണിലയാണ് എടുത്തത്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇടുക, അതിനുശേഷം പച്ചമുളക് ഇടുക, കാന്താരി ചതച്ച ഇടുക, ഉപ്പിടുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. എന്താ ഒരു മണം! ഇത് മൂന്നുകൂടെ ഉള്ളൊരു മിക്സിങ് വരുമ്പം തന്നെ ആ മണം നമ്മളെ കൺട്രോള് പോകുന്ന ഒരു മണമാണ്. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു ആക്ഷേപവും വിചാരിക്കരുത്. സ്പൂണ് കൊണ്ടൊന്നും ഇളക്കിയാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. കൈ കൊണ്ട് ഞെവിടി എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ. നമ്മൾ ചോറ് വരട്ടിയെടുക്കത്തില്ലേ, അതുപോലെ തന്നെ. ഇപ്പോൾ ഏകദേശം എല്ലാം വരണ്ട് മിക്സായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു 10 മാങ്ങ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. 10 മാങ്ങയ്ക്ക് നമ്മൾ 10 പേര് കൂടുതലുണ്ട്. കണ്ട് എല്ലാവരും കൂടെ വട്ടം ഇരിക്കുവാണ്. ഇലയ്ക്ക് വട്ടം എപ്പം കിട്ടുമെന്ന് വെച്ച് കൊതി വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വായിലും വെള്ളം ഊറുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഇതുപോലെ മാങ്ങ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് തിന്ന് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിക്കുന്നു. ഞാനിത് നമ്മുടെ അതിഥിക്ക് കൊടുക്കുകയാണ്. അഭിപ്രായം കേട്ടോളൂ.